السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിനെ ഓർത്തും സൂക്ഷിച്ചും ജീവിക്കണം എന്നുണർത്തുകയാണ്. നമ്മുടെ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സകാത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സകാത്തിന് അർഹരാരൊക്കെയാണ്, അത് സ്വീകരിക്കാൻ വാങ്ങാൻ അർഹരാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൽ 6 വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 2 വിഭാഗം കൂടി പറയാം. أعوذ بالله من الشيطان الرجيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ഇതിന് നമുക്ക് പറയാനുള്ളത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നാണ്. ഫീ സബീൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് ഫീ സബീൽ എന്നാണ് പറയുന്നത്. ഇന്ന് അങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിലില്ല. ചിലർക്കൊക്കെ യുദ്ധമുണ്ടെങ്കിലും വ്യാപകമായി അങ്ങനെ ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന കഥകൾ നമുക്കറിയാം, സംഭവങ്ങൾ അറിയാം, ചരിത്രം വായിച്ചവർ. കുറേയധികം യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഹാജരായിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള യുദ്ധങ്ങൾക്കാണ് അറബിയിൽ ഗസ്വത്ത് എന്ന് പറയുക. ഗസ്വത്ത് ബദർ, ഗസ്വത്ത് ഉഹദ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തില്ലാത്ത യുദ്ധങ്ങൾക്ക് സാധാരണ അറബിയിൽ പറയുന്ന ഹർബ് എന്നോ അല്ലെങ്കിൽ സിറിയ എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ അതിനു വേണ്ടിയുള്ള സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി സകാത്ത് ചെലവഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആധുനിക ലോകത്തെ ഈ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ഗവേഷണം നടത്തി ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങൾ, അത് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സകാത്ത് കൊടുക്കുന്നത്. ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്കുള്ള ചെലവിലേക്ക് നമ്മുടെ സകാത്ത് ചെലവഴിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളോ സാമ്പത്തിക ചുറ്റുപാടുകളോ വ്യവസ്ഥകളോ അല്ല ഇന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിലെല്ലാം ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരാൾക്ക് മതപരമായി പഠിക്കാൻ പോകണം, അയാൾക്ക് സകാത്തിൽ നിന്ന് സാമ്പത്തികമായ സഹായം ചെയ്യാൻ കൊടുക്കാം എന്നാണ്. ഒരാൾക്ക് ദീനിയായിട്ട് പഠിക്കണം, മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കണം, അയാൾക്ക് പല ചെലവുകളുണ്ടാകും. പുസ്തകം വാങ്ങുക, യാത്ര ചെയ്യുക, സ്ഥാപനത്തിൽ ചേരുക, അവിടെ ഫീസ് കൊടുക്കുക, അങ്ങനെ പലതും ഉണ്ടാകാം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ
അയാൾക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ഫീ സബീലില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, കഴിഞ്ഞ ആഴ്ച ഇവർ ചോദിച്ചു, കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ഒരു സ്ഥാപനത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ? ആ സ്ഥാപനത്തിന് നമ്മൾ വ്യക്തിക്കല്ല കൊടുക്കുന്നത് എന്ന് നോക്കുക, സ്ഥാപനത്തിനാണ് കൊടുക്കുന്നത്. ആ സ്ഥാപനത്തിന് പല ആവശ്യങ്ങളും ഉണ്ടാവും. കോടിക്കണക്കിന് ഉറുപ്പിക ആസ്തി ഇല്ലായിരിക്കാം. പക്ഷേ മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, ആ സ്ഥാപനം നടന്നു പോകാനുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയരുത്. കാരണം നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താണ് എന്ന കാര്യത്തിനാണ്. അത് ആര് ഉപയോഗിച്ചോ ദുരുപയോഗം ചെയ്തോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ബാധ്യത ആണത് എന്നുള്ള നിലയ്ക്ക് നമ്മളത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് നമുക്ക് കൂടുതൽ പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. അടുത്ത ഒന്ന് ഏറ്റവും ചെറിയ ഒരു കാര്യം, ഇബ്നു സബീല, വബ്നി സബീലി, വഴി യാത്രക്കാരനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ യാത്ര പോകുന്ന യാത്രക്കിടയിൽ അയാളുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അയാളെ സഹായിക്കേണ്ടത് സക്കാത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച സക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ എത്ര സമ്പന്നനാണെങ്കിലും അയാൾക്ക് സക്കാത്തിന്റെ ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞ മാതിരി ഇയാൾ നാട്ടിൽ വളരെ വലിയ പണക്കാരനായിരിക്കാൻ ചിലപ്പോൾ വഴിയിൽ കൊലയടിക്കപ്പെടുകയോ പുകട്ടടിക്കപ്പെടുകയോ ചെയ്ത് 5 പൈസ കയ്യില്ലാതായ മനുഷ്യന് അത് വളരെ വലിയ പണക്കാരൻ, അയാൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കാൻ ചോദിക്കരുത്. കാരണം അയാൾ ഇബ്നു സബീൽ, വഴി യാത്രക്കാരനാണ്. ഏത് പണക്കാരനാണ്? പണക്കാർക്ക് സക്കാത്ത് വാങ്ങാം എന്ന് പറഞ്ഞ 2 വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്. അതിൽ കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർഹനല്ലാത്തവന് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ സക്കാത്ത് ചോദിക്കുകയാണ്. കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീണ്ടും വന്നപ്പോൾ കൊടുത്തു, വീണ്ടും വന്നപ്പോൾ 3 വട്ടം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാം വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, നീ ഇതിന് അർഹനല്ല എന്ന് എനിക്കറിയാം, നീ ഈ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല എന്ന് എനിക്ക് 100% അറിയാം. പക്ഷേ ഞാൻ നിനക്ക് തരികയാണ്. എന്തുകൊണ്ടറിയോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അമ്മ സാഇല ഫലാ തൻഹ, ചോദിച്ചു വന്നവനെ വെറുതെ മടക്കി വിടരുത് എന്ന് അല്ലാഹു പറഞ്ഞത് കൊണ്ട് തരികയാണ് കേട്ടോ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത്രയും സൂക്ഷ്മത കാര്യത്തിലൊക്കെ നമ്മൾ പാലിക്കണം എന്നർത്ഥം. ചോദിച്ചോന്ന് കൊടുക്കേണ്ടി വേണം എന്നുള്ളതാണ് അതിന്റെ ആശയം. അർഹനല്ലെങ്കിലും തരികയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നബി ക്ലിയർ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അതുപോലെ തന്നെ വേറൊരാൾ വന്ന് ഇയാളിങ്ങനെ ഒന്നും ചോദിക്കും, നബി വല്ലതും തരികയാൽ കൊടുക്കും, പിന്നെയും ചോദിക്കും, പിന്നെയും കൊടുക്കും, പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുക്കും. 3-ാം വട്ടം വന്നപ്പോൾ നബി ആരോട് പറഞ്ഞു, എന്റെ അർത്ഥം എന്താ? മുകളിലെ കൈയാണ് താഴത്തെ കൈയിനേക്കാൾ നല്ലത് പറഞ്ഞാൽ മൊലാലിയാണ് നാട്ടിൽ ഉഷാറ്, പാവപ്പെട്ടവൻ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നും ഇങ്ങനെ വാങ്ങണ ആളാകരുത് ചെന്നാൽ ഒന്ന് കൊടുക്കാനുള്ള മനസ്സിൽ ഉണ്ടാവും കേട്ടോ. കൈ എപ്പോഴും മുകളിലുള്ള കയ്യിനാണ് കയ്യിലുള്ളത്, കൊടുക്കുന്ന ആളാകണം കേട്ടോ എന്നുള്ള സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കൊടുക്കുകയാണ് ചെയ്തത്. ഫരീദത്തൻ മിനല്ലാഹ്, ഇത് അല്ലാഹു നിശ്ചയിച്ച ഫർളാണെന്ന്, അല്ലാഹു നിശ്ചയിച്ച ഓഹരികളാണിത് എന്നാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നതും തത്വജ്ഞാനിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഖുർആൻ എണ്ണിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഇസ്ലാമിന്റെ കണിഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുട്ടികളോട് ഒരു കാര്യം പറയട്ടെ മക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇമാമ് തക്ബീർ ചൊല്ലിയാൽ ഉടനെ ഇമാമിന്റെ കൂടെ തക്ബീർ ചെല്ലുന്നതിന് വളരെ വലിയ ഫളലുണ്ട്, വളരെ വലിയ ഫളലുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയും പറഞ്ഞു നിൽക്കരുത്. ഉടൻ തന്നെ ഇമാമ് തക്ബീർ ചൊല്ലിയ ഉടനെ നമ്മളും അല്ലാഹു അക്ബർ തക്ബീർ ചെല്ലണം. മറ്റൊന്ന് സഫ് നേരെയാക്കണേ, പിന്നുകൂടങ്ങനെ നോക്കി മറ്റവന്റെ മറമ്പ എവിടെയാ എന്നല്ല നോക്കേണ്ടത്. സഫ് നേരെയാക്കേണ്ടത് എപ്പോഴും ചുമല് അടുപ്പിച്ച് നിർത്തിക്കൊണ്ടാണെന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ചുമലുകൾ അടുപ്പിച്ചു ഹാദു ബൈനൽ മനാഖിബി വൽ അഖ്ദാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ ചുമലുകൾ അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളതിന് എന്തോ ഒരു ധാരണ ഉണ്ട്, കാലിങ്ങനെ വെച്ചിട്ട് കാല് തമ്മിൽ തട്ടലാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ബാക്കൊക്കെ നോക്കണം. 1-ാമത്തെ സഫ് റക്അത്തിൽ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റാൽ നമ്മുടെ സഫ് നേരെയാണോ അല്ലേന്ന് എങ്ങനെ അറിയാം?
ബാക്കിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ചുമലാണ് അടുപ്പിച്ച് നിർത്തേണ്ടത് എന്നാണ്. എപ്പോഴും ചുമല് ഇമാമിന്റെ ഭാഗത്ത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് അടുപ്പിക്കുക, ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് അടുപ്പിച്ച് ചുമലുകൾ തട്ടി നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാത്ത ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിഉ സഫ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. സഫ് മുറിക്കുന്നവൻ അവൻ അള്ളാന്റെ ലാനത്തുണ്ടാവും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചുമലുകൾ അടുപ്പിച്ച് നിൽക്കുക. നമ്മൾ സുജൂദിന് എഴുന്നേറ്റ് നിൽക്കുക, നമ്മൾ മറ്റവരുടെ നമ്മൾ ചുമലിൽ അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല സഫ് ഒരിക്കലും നബി പിന്നിന്നല്ല നേരെയാക്കിയത്. നബി മുന്നിൽ നിന്നിട്ട് മുന്നിന്നാണ് നോക്കിയത്. നബി സഫിൽ നിന്ന് മുന്നിൽ നിന്ന് നോക്കിയിട്ടാണ് ഇസ്തവും എന്ന് പറഞ്ഞത്, മുന്നിൽ ഭാഗം. അതുകൊണ്ടുള്ള ആളിങ്ങനെ പള്ള നിന്ന് കുന്തി നിൽക്കുമ്പോൾ നബി വടിയോട്ട് കുത്തു നേരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മളതിൽ അങ്ങനെ ധാരണയുണ്ട്, എന്ത് നമ്മൾ മറമ്പ് നോക്കി നിൽക്കണം എന്നുള്ളത്. അതല്ല, നമ്മുടെ ചുമലുകളാണ് അടുപ്പിച്ച് നിൽക്കുന്നത്. 4 റക്അത്ത് 5 എത്ര റക്അത്തുണ്ടെങ്കിലും നമ്മൾ ചുമലുകൾ അടുപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി സഫ് നേരെയാവുകയുള്ളൂ എന്നുള്ള കാര്യം നോക്കുക. കാരണം മറന്നു പലതും വ്യത്യാസപ്പെടും മനുഷ്യന്റെ. അതുകൊണ്ട് തന്നെ മക്കളെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.